ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് അടിപൊളിയായിട്ട് ഒരു ഗ്ലാസ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. കാണാൻ നല്ല അടിപൊളിയാണ്, ഉള്ളിലുള്ളതൊക്കെ പുറത്ത് കാണാമെന്ന് പറയുന്ന പോലെ. നമ്മൾ ഫ്രൂട്ട്സ്, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് ജലാറ്റിൻ, അത്രയും സാധനം നമുക്ക് മതി. അപ്പോൾ കളർഫുള്ളായിട്ട് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ടിരുന്നു നമുക്ക് അടിപൊളി ഒരു ഗ്ലാസ് കേക്ക് ഉണ്ടാക്കാം. നമ്മളെടുക്കുന്ന പാത്രത്തിന്, അതായത് കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ എടുക്കണം. അത് നമ്മൾ തിളപ്പിക്കുക. ഇവിടെ ചെയ്യുന്നത് ജലാറ്റിൻ ഒരു വെള്ളത്തിൽ കുറച്ചെടുത്തിട്ട് ഒരു വെള്ളത്തിൽ നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ട് അതൊന്ന് കലക്കിയെടുക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ആഡ് ചെയ്യുക. അതിനുശേഷം ജലാറ്റിനും എസൻസും അതിലേക്ക് ചേർക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആവണം. ജലാറ്റിനും പഞ്ചസാരയും നന്നായിട്ട് കലങ്ങണം. അതിനുശേഷം അതൊന്ന് മാറ്റി വയ്ക്കുക. കുറച്ച് നേരത്തേക്ക് നമ്മുടെ മൗൾഡെടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ ഒരു ചെറിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം ജസ്റ്റ് ഒരു ലെയർ ജലാറ്റിൻ്റെ ഈ സൊല്യൂഷൻ നമ്മളതിലേക്ക് ഒഴിക്കണം. ഉണ്ടാക്കി വെച്ചിട്ട് സൊല്യൂഷൻ ഒഴിക്കണം. അതൊന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് നേരം വയ്ക്കണം. ഒരു 10 മിനിറ്റ് ശേഷം നമ്മൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ അതിലേക്ക് അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ടോപ്പ് പോർഷൻ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഏറ്റവും കളർഫുള്ളായിട്ടുള്ള രീതിയിൽ വേണം ഫ്രൂട്ട്സ് ഫസ്റ്റ് ലെയർ നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. തൊലിയുടെ ഭാഗങ്ങളൊക്കെ മുകളിലേക്ക് ആ ഭാഗത്തേക്ക് ആകുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ വെക്കുകയാണ്. ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ കുറച്ച് നേരം സെറ്റ് ആവാനായിട്ട് നമ്മളിത് എടുത്ത് വെക്കണം. അതിനുശേഷം ബാക്കിയുള്ള നമ്മൾ ഫില്ല് ചെയ്യാണ്. ഇതിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കുക. അപ്പോഴാണ് നമുക്ക് കേക്കിനൊരു ഭംഗിയൊക്കെ തോന്നുള്ളൂ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പരമാവധി ഫുള്ള് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ജലാറ്റിൻ്റെയും പഞ്ചസാരയുടെയും സൊല്യൂഷൻ ബാക്കിയുള്ളതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ബാക്കിയുള്ള സൊല്യൂഷനും ഒഴിച്ചിട്ട് നമ്മളത് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഒരു 2-3 മണിക്കൂർ നമ്മളത് എടുത്ത് വെക്കുക.